തയ്യാറായെന്നവർ മഹാമണ്ഡലേശ്വര തൃപ്പാദങ്ങളുടെ ഒരുമിച്ച് ആദ്യത്തെ സ്നാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരും തന്നെ ഇറങ്ങി നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ അറിഞ്ഞിരുന്നത് കൈ പിടിച്ചിറങ്ങും. വഴുക്കലുണ്ട് എല്ലാവരും ഒന്ന് കിഴക്കോട്ട് നോക്കിക്കോ. ഇറങ്ങുമ്പോ വലിയ കടവ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വഴുക്കലുണ്ട്, സൂക്ഷിക്കണേ. നിർത്തി പിടിച്ച് വന്നിട്ട് പിടിച്ചിറങ്ങണേ. മന്ത്രമൊന്ന് ജപിച്ച് സങ്കല്പിച്ച് തീർത്ഥത്തിലേക്ക് തന്നെ സമർപ്പിക്കുക. തിരുമൂർത്തിയിൽ നിന്നും ആരംഭിച്ച് സപ്തതീർത്ഥങ്ങളായി 7 കൈകളുകളായി തിരിഞ്ഞ് 7 ഒന്നായി ചേർന്ന് നവാമുകുന്ദന്റെ പാദങ്ങൾ കഴുകി ചമ്രട്ടപ്പന്റെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സിന്ധുസാഗരം എന്ന അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഈ നിളാസിന്ധുവിനെ മനസ്സുകൊണ്ടെന്ന് പരിപൂർണമായി ഭാവന ചെയ്ത് അത് ദേവതാസ്വരൂപമാണെന്ന് സങ്കല്പിക്കുക. മാഘസ്നാനത്തിന് ആദ്യത്തെ അനുവാദം സന്യാസിമാർ ഒഴികെ മറ്റുള്ളവരെല്ലാവരും തന്നെ അവനവന്റെ പിതൃക്കളെ സ്മരിച്ച് പിതൃപരമ്പരകളോട് മാഘസ്നാനത്തിനുള്ള അനുവാദം ചോദിക്കുക. പിതൃപരമ്പരകളുടെ അനുവാദം ലഭിച്ചതിന് ശേഷം അവനവന്റെ പരദേവതയോട് അനുവാദം ചോദിക്കുക. മാഘസ്നാനത്തിനുള്ള അനുവാദം അവനവന്റെ പരദേവതയോട് അനുവാദം ചോദിച്ച് സ്വഗുരുപാരമ്പര്യത്തോടും അനുവാദം ചോദിക്കുക. അവനവന്റെ ഗുരുപാരമ്പര്യത്തോട് അനുവാദം ചോദിക്കുക. ഈ ദിവ്യമായ ഭൂമിയിൽ അധിവസിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന ത്രിമൂർത്തി സംഗമവേദിയായ ഇവിടുത്തെ അധിഷ്ഠാന ദേവതകളായ ത്രിമൂർത്തികളോട് മാഘസ്നാനത്തിന് അനുവാദം ചോദിക്കുക. ഈ സംഗമഭൂമിയുടെ മധ്യത്തിലുള്ളത് സാക്ഷാൽ ത്രിപുരസുന്ദരിയായ രാജരാജേശ്വരിയായതിനാൽ രാജരാജേശ്വരിയോട് അനുവാദം വാങ്ങുക. പ്രത്യക്ഷ ഗംഗയായ നിളാസിന്ധുവിനോട് അനുവാദം വാങ്ങുക. എല്ലാവരും അഞ്ജലി മുദ്രയിൽ അല്പം ജലം കയ്യിലെടുത്ത് ഇവിടെ നിന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം ഓരോ വൃത്ത് ചൊല്ലിയാലും ആ കൈക്കുമ്പിളിയ ജലം മൂർധാവിലേക്ക് അഭിഷേകം ചെയ്യുക. ഓരോ വൃത്തായി ചൊല്ലിത്തരാം. വീണ്ടും ജലം അഞ്ജലി മുദ്രയിൽ കയ്യിലെടുത്ത്